വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെട്ടുകുളങ്ങരയിൽ കുമ്പളങ്ങി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ കുംഭഭരണി കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ മാമിയുടെ വീട്ടിലേക്കായിരുന്നു ആദ്യം പോയത്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ കൈത തെക്കിൻ്റെ കുതിര ദേ ഇങ്ങനെ വരുന്നത് കണ്ടു. പിന്നെ നമ്മളവിടെ കുറച്ചിരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മുടെ കുതിരയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാമിയുടെ വീട്ടിലേക്ക് പോയി. ഇതാണ് എൻ്റെ അനിയൻ. കള്ളച്ചിറക്കനേ പിന്നെ നമ്മൾ കഴിക്കാനൊക്കെ ഇടുന്നു. അപ്പോൾ എൻ്റെ അടിയിലും അടിയത്തിയൊക്കെ ഓടി വന്ന് എൻ്റെ മടിയിലൊക്കെ കയറി ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കുംഭഭരണിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ എല്ലാ വീട്ടുകളിലും നമ്മുടെ കൊഞ്ചും മാങ്ങ കാണും. അത് ഇല്ലാതെ ഒരു സദ്യയോ ഒരു ഓണമോ ഇല്ല. അപ്പോൾ നമ്മൾ കൊഞ്ചും മാങ്ങയൊക്കെ കൂട്ടി കഴിച്ച ഒരു പ്രത്യേക സ്വാദാണ്. ഇനി നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെട്ടുകുളങ്ങര അമ്പലത്തിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നമുക്ക് 13 കരയാണുള്ളത്. അതാണ് 7 തെക്ക്, 7 വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, വേളാക്കടവൂർ, ആഞ്ഞിലിപ്പറ, മറ്റം തെക്ക്, മറ്റം വടക്ക്, വേനാമ്പള്ളി, നടക്കാവ്, ഇങ്ങനെ 13 കരകളാണുള്ളത്. പിന്നെ ഇതേ നമ്മൾ ഫുൾ ഫാമിലിയായിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. എനിക്ക് ഭയങ്കര പനിയാണ്, അതാണ് നമ്മുടെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞാനും എൻ്റെ അടിയിലും കൂടെ കുറച്ച് ഇരുന്ന് കഥകളിയൊക്കെ കണ്ടു. അപ്പോൾ ഇടയ്ക്ക് പണങ്ങിയൊക്കെ നിൽക്കുകയാണ്. ഈ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ കഥകളി കണ്ട് നിൽക്കുകയെന്ന് വിചാരിക്കരുത്. ഇത് വഴക്കിട്ട് പണങ്ങി നിൽക്കുന്ന ഒരു നിപ്പും കൂടിയാണിത്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിയത് വെളുപ്പിനെയായിരുന്നു. അപ്പോൾ രാവിലെ വെളുപ്പിനെയാണെങ്കിൽ നമ്മുടെ ചെട്ടുകുളങ്ങര അമ്മയുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നല്ലപോലെ നമ്മുടെ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാനും നല്ലതുപോലെ തൊഴാനും ഒക്കെ പറ്റി. പിന്നെ നമ്മുടെ ചെട്ടുകുളങ്ങര അമ്മ ഓരോ തേരും ചോട്ടിലും കുതിര ചോട്ടിലും ചെന്ന് നമ്മുടെ ജീവിതത്തുള്ളും. പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ മാമിയൊക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മാമി. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഒട്ടും മനസ്സില്ലാതെ ഒരാൾ ഇവിടെ ഇങ്ങനെ തോക്കും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഓട്ടോയിൽ കയറാനായിട്ട് പോയപ്പോഴത്തേക്കും അച്ഛനെടുത്തുകൊണ്ടാണ് പോയത്. ഭയങ്കര ബഹളമായിരുന്നു, എനിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലാസ്റ്റ് ഓട്ടോ കയറ്റിയപ്പോഴാണെങ്കിൽ തിരിച്ചിറങ്ങി വരികയും ചെയ്തു ഞങ്ങളുടെ കൂട്ടത്തിൽ. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. പിന്നെ ഓരോ കടയിലൊക്കെ കയറി ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ നമ്മൾ അവിടെ തന്നെ വെച്ച് നശിപ്പിക്കാതെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഭരണിച്ചന്തയിലൊക്കെ പോയി. നമ്മൾ ആദ്യം വന്നപ്പോഴത്തേക്കും നമ്മൾ കയറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഭരണിച്ചന്തയിലൊക്കെ പോയി. അപ്പം നമ്മൾ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഈ ഒരു സാധനം നമ്മുടെ കണ്ണിലുടക്കിയത്. ഇതാണ് നമ്മുടെ നീലക്കൊടുവേലി, നമ്മുടെ ഷാജി പാപ്പൻ്റെ സ്വന്തം നീലക്കൊടുവേലി. അപ്പോൾ ഇതാവശ്യമുള്ളവർക്ക് വന്ന് എല്ലാ ഷാജി പാപ്പന്മാർക്കും വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ ഭരണിച്ചന്തയൊക്കെ പോയി നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്നും വാങ്ങിക്കാം. അപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു, മാലയായാലും വളയായാലും. പിന്നെ ഞാനങ്ങനെ അധികം സാധനമൊന്നും വാങ്ങിച്ചില്ല. ഞാനാണെങ്കിൽ ഒരു സ്പിന്നർ മാത്രമേ വാങ്ങിച്ചുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ നമ്മുടെ കുംഭഭരണിയിലെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.